ഇപ്പൊ റെന്നാണ് മറ്റേ റോബോട്ടിന്റെ കുറെ സിസ്റ്റം ഒക്കെ മാറ്റി വയ്ക്കുമ്പോഴാണ് ഇത് കാണുന്ന സീനിയേഴ്സ് എല്ലാം കൂടെ ഇത് ഇവനെ കൊണ്ട് എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് അവനും ആ സിസ്റ്റത്തിനോട് ഇവന് ഇഷ്ടപ്പെട്ട മറ്റേ ആൽക്കഹോൾ കുറഞ്ഞ വിനീഗർ വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അങ്ങനെ അത് കേട്ട് ആ റോബോട്ട് അവിടെ നോക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവെല്ലാം ഷോക്കായിട്ട് എന്റെ അമ്മ റെന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ അതിനെങ്ങനെ അറിയാം എന്നിട്ട് അവരൊക്കെ ചോദിക്കുമ്പോഴാണ് അവനും അത് സിമ്പിൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ ഞാൻ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിനെന്തോ വാങ്ങിക്കണമെന്ന് പിടികിട്ടും എന്നിട്ട് ഇവനും പറയുമ്പം ഇത് കേട്ട് അവലെ സന്തോഷെത്തി ഇനിയിപ്പോ കടയിലൊന്നും പോകണ്ട, ഞങ്ങളുടെ കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ പറഞ്ഞയച്ചാൽ മതി എന്നിട്ട് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം റെന്നെ എങ്കിൽ പിന്നെ അവൻ പോകാന്നറിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോഴാണ് ഇവന്റെ സീനിയേഴ്സ് എല്ലാം ചിലപ്പോൾ ഇവൻ നമ്മളെക്കാരെ ബുദ്ധി ആയതുകൊണ്ട് അവന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ പോയെന്നറിഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ സീനിയർ ആണ് ലാബിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത് കോട്ടിട്ട് ഒരാൾ വന്ന് നിൽക്കും. അങ്ങനെ അത് കണ്ട് അവനും ലൂവാനാന്ന് വിചാരിച്ച് മറ്റേ എക്സ്പെരിമെന്റ് ഒക്കെ ഇവനെ എഴുതി വെക്കാൻ പറയുമ്പം പെട്ടെന്ന് ഇവൻ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും. അതോടെ അവനാണ് ഷോക്കായിട്ട് എടി നിനക്ക് ഈ കോട്ട് എവിടെ നിന്നാ കിട്ടിയ, നീ അടിച്ചു മാറ്റിയോ എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇത് അപ്പുറത്തെ ലാബിൽ കിടക്കാൻ ഞാൻ കണ്ടായിരുന്നു, പിന്നീട് ഇത് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം, കാരണം ഇന്ന് എനിക്കൊരു ഡാൻസ് ഉണ്ട്, അതിനും ഞാൻ വൈറ്റ് കോട്ടായിട്ടേക്കുന്നത് എന്നിട്ട് അവനത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവൾ ഈ കോട്ട് വരുമ്പോഴാണ് ഇവളുടെ ബട്ടൺസ് ആണ് തെറിച്ച് ദൂരേക്ക് അങ്ങ് വീഴും. അങ്ങനെ അത് കണ്ട് അവനാണ് ഷോക്കായിട്ട് നിനക്ക് ഞാൻ പിന്നെടുത്തരാന്ന് പറഞ്ഞ് അവൻ തപ്പിക്കൊണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം അവിടേക്ക് ആരാണ്ട് വരും. അതോടെ ഇവളാണ് പേടിച്ചിട്ട് നമ്മളെ കണ്ട ചിലപ്പോൾ തെറ്റിരിക്കും പറഞ്ഞ് അവൾ അവിടെ ചെന്ന് ഒളിഞ്ഞിരിക്കുമ്പം ഇവനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴാ മൊത്തം സംശയം അവൻ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന റെന്നാണ് ഇവന്റെ അടുത്ത് കുറച്ച് ഡൗട്ട് വയ്ക്കാനുണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് സീനിയർ പേടിച്ചിട്ട് ഡൗട്ടോ, നീ പഠിക്കുന്നതോ കമ്പ്യൂട്ടർ, ഇതിനകത്ത് ഞാൻ എന്തോ പറഞ്ഞു തരാനാ, നീ തന്നെ പഠിച്ചോ എന്നിനെ സീനിയർ പറഞ്ഞോടെ നോക്കുമ്പം റെന്നാണ് അവിടെ നിന്ന് പോകത്തില്ല, അല്ല ഇത് എനിക്കറിയാത്തൊരു സംഭവം, അത് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ, ലൂവാൻ എന്തുകൊണ്ടാ അവൾ കോളേജിൽ പഠിക്കുമ്പോൾ ഡേറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് സീനിയറും അതെങ്ങനെയാണ് എനിക്കറിയാന്ന്, നീ ചെന്ന് അവളോട് ചോദിക്കി എന്നിനെ സീനിയർ പറഞ്ഞോടാൻ നോക്കുമ്പോഴാണ് അവനും അല്ല നിനക്ക് അവളെ കുറിച്ച് നല്ലോണം അറിയാം എന്നിനെ റെന്നു പറയുമ്പം ഇവിടെ കസിനാണ് ജലസായിരിക്കും. അപ്പോഴാണ് സീനിയർ ഇത് മനസ്സിലാക്കിയിട്ട് എനിക്കെങ്ങനെ അവളെ കുറിച്ച് അറിയാം, എനിക്കാകെ എന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് അറിയത്തുള്ളൂ, നീ ചുമ്മാ അനാവശ്യം പറയാതെ ഇവിടെ നിന്ന് പോയ മനുഷ്യന്റെ ജീവൻ എവിടെ പോകുന്നു എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് കസിനും ഭയങ്കര സന്തോഷത്തിരിക്കും. അപ്പോഴാണ് റെന്നും നിനക്കെന്തോ പെട്ടെന്നൊരു മാറ്റം, നീ സാധാരണ ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ലല്ലേ, ഒരു എന്റെ കസിനെ നീ ഡേറ്റ് ചെയ്യുന്നുണ്ട് മണ്ടനായി പോയോ എന്നിന് റെൻ ചോദിക്കുമ്പം ഇവിടെ സീനിയറും അവളെ ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇവന്റെ മാർക്കെല്ലാം കൂടിയെന്ന് അറിയും. അങ്ങനെ അതെല്ലാം കേട്ട് കസിനും ഭയങ്കര സന്തോഷത്തിരിക്കുമ്പം സീനിയറും ഇപ്പോഴൊക്കെ എന്തിനാ ലുവാനി ലാബ് വരാത്തേം ചോദിക്കും. ഒരു ഇവൻ അവളെ പുറത്തേക്ക് വിളിച്ചോണ്ടുപോയി അവളുടെ പഠിത്തം കളയാനാണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പം റെന്നാണ് നീ കസിൻ്റെ കൂടെ കറങ്ങുന്നുണ്ട് അവൾ മണ്ടയായി പോവാന്നറിഞ്ഞ് ഇവർ തമ്മിൽ വഴക്കാവും. അതോടെ കസിനാണ് ചാടി എന്നിട്ടിട്ട് മതിയുടെ രണ്ടുപേരും കൂടെ നിർത്ത, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് തെറ്റുകൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു എന്നിട്ട് ഇവള് സംസാരിക്കുമ്പം ഇവിടെ റെന്നാണ് അവളുടെ ഡ്രസ്സ് കണ്ടിട്ട് ഇവളുടെ ബട്ടൺസ് എവിടെ ചോദിക്കും. അങ്ങനെ നിങ്ങൾ രണ്ടൊരു ലാബി എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ സീനിയർ പേടിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ലെന്ന് അവൻ പറയും. അപ്പോഴാണ് റെന്നും അല്ല ഞാൻ പറയാൻ വന്നത് നിങ്ങൾ രണ്ട് ലാബിൽ ഇരുന്ന് എന്നെ ജലസാക്കുക, അപ്പൊ ഇവൾ ഉണ്ടായത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്നിന് റെന്ന് മനസ്സിലാക്കുമ്പം ഇവന്റെ കസിനാണ് ഇവനാ ലൂവാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി ചെന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പറയും, അല്ലാതെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന അവളിന്ന് വീഴത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് റെന്നും അവളുടെ ഐഡിയ കേട്ട് പ്രൊപ്പോസ് ചെയ്യാൻ തീരുമാനിക്കും. ഇതേ സമയം ഇവിടെ ലൂവാനെ കാണിക്കുക അവൾ അവളുടെ കൂട്ടുകാരിയും കൂടെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്കാണ് ഒരു സർജറി ചെയ്താണിക്കുള്ള ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് എവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് ഇവളുടെ കൂട്ടുകാർ ചോദിക്കുമ്പം ലൂവാനും അവളുടെ ബാക്കറി ചെന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ നേരെ അവിടെ വിളിച്ചോണ്ടുപോകും. അതിനുശേഷം ഇവ രണ്ടുപേരും കൂടെ അവിടത്തെ ഉള്ളിയെ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പം ലൂവാനെ സീരിയസ് ആയിട്ട് അവൾ ആ സർജറി ഒക്കെ ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ റെന്നും ഞാൻ എങ്ങനെ അവളെ കൺഫസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവരോടെ ഐഡിയ വയ്ക്കുമ്പം സീനിയർ ആണെങ്കിൽ കുറെ ഐഡിയ പറഞ്ഞുതരും. എടാ പ്രൊപ്പോസ് ചെയ്യാൻ ഞാൻ തന്നെ പറഞ്ഞോ, അതിനും കുറച്ച് സിൻസിയറിറ്റി ഒക്കെ കാണും, അത് നിനക്ക് തന്നെ ഫീൽ ആണ്. എക്സാമ്പിളിന് ഈ വലിയ വലിയ മനുഷ്യരൊക്കെ ബുജ്ജികളാണെങ്കിലും ലവ് വിഷയത്തിൽ അവർ കുറച്ച് വെറൈറ്റി ആയിരുന്നു. ചിലവർ ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെ മാത്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രൊപ്പോസ് ചെയ്യും, അത് മാത്തമാറ്റീഷ്യന്റെ സ്റ്റൈൽ. പിന്നെ ഒരു സയന്റിസ്റ്റ് ആണ് നല്ല ഹാർട്ടിനെ കുറിച്ച് സംസാരിച്ച് അവസാനം അയാളുടെ ഇഷ്ടം പറയും. ഇങ്ങനെ ഓരോ ടെക്നീക്ക് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നീ ചൂസ് ചെയ്ത് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ നോക്ക് എന്നിന് ഇവനും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് കസിനാണ് ഞങ്ങൾക്കിപ്പോ കവിത വായിക്കാൻ സമയം എന്ന് പറഞ്ഞ് സീനിയറിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് റെന്നാണ് നിനക്ക് കവിതയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അവള് സീനിയർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതിനേശം ഇവിടെ റെന്നും നേരെ ലൂവാനെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം അവളാണ് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് അവൾ തുമ്മാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുമ്പം ഇവനും എനിക്ക് പ്രധാനമായിട്ട് രണ്ട് വാക്ക് പറയുള്ളൂ, അതുകൊണ്ട് ഇവളെ നല്ലോണം കേട്ടിരിക്കാൻ പറയും. അങ്ങനെ അവന് സീനിയർ പറഞ്ഞു കേട്ട് ഇവൾക്ക് നല്ല ഹൃദയമാണെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവളാണ് പേടിച്ചിട്ട് എടാ എന്തോ പറ്റിയാടാ നിനക്ക് എന്റെ ഹൃദയം വേണോ, ഞാൻ ഡൊണേഷനും തരത്തില്ല എനിക്കും ജീവിക്കണം എന്നിന് അവള് പേടിക്കുമ്പോഴാണ് അവനും നീ തെറ്റിരിച്ച്, ഞാൻ ഉദ്ദേശിച്ച അതൊന്നുമല്ല, നല്ല ഹൃദയം ഉണ്ടെങ്കിൽ എന്നിന് അവനും പ്രൊപ്പോസ് ചെയ്യാൻ വരുമ്പം അവളുടെ കൂട്ടുകാർ അവിടെയൊക്കെ നിൽക്കും. അതോടെ റെന്നാണ് ഇവളൊരു ശല്യമായിട്ട് മാറി ലൂവാനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ നോക്കും. അപ്പോഴാണ് അവള് പെട്ടെന്ന് തുമ്മി ഉടനെ ഇവന്റെ ഫ്രണ്ട് വെറുതെ സൗന്ദര്യമൊക്കെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവളും പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് അവള് പോയതിനു ശേഷം അവനും നല്ല ഹൃദയം ഉണ്ടെങ്കിൽ ഈ സ്മാർട്ടായിട്ടുള്ള പേഴ്സന്റെ ഗേൾ
ഫ്രണ്ട് ആകുമെന്ന് അവൻ ചോദിക്കാൻ വേണ്ടി വന്ന്. പക്ഷെ ആ പ്ലാൻ ഫ്ലോപ്പായി. ഇതേ സമയം സീനിയറും അവന്റെ കവിത വായിക്കുമ്പോഴാണ് അതാണ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വരികളായിരിക്കും. അങ്ങനെ ന്യൂട്ടന്റെ തല ആപ്പിൾ വീന്നെങ്കിൽ അതേപോലെ നീ എന്റെ ഹൃദയത്തെ ഒന്ന് വീണെന്ന് പറഞ്ഞ് ഇവന് കവിതയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇംപ്രസ് ചെയ്യുമ്പം ഇത് കേട്ട് കസിനാണ് ഇതേപോലെ ഡയലോഗ് എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയെന്ന് അവൾ പറയും. അതിനുശേഷം സീനിയറും ഇവൾ ഒന്നും കൂടെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതിനുശേഷം കസിൻ ഈ വീഡിയോ ഒക്കെ റെൻ അയച്ചു കൊടുത്തിട്ട് സീനിയർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു, അത് നിന്നെ പോലെ സിംഗിൾസിനൊന്നും മനസ്സിലാവത്തില്ലെന്ന് അവനെ വെറുപ്പിക്കുമ്പം റെന്നാണ് അവളുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും ടെസ്റ്റിന് വന്നേക്കുമ്പോഴാണ് ലൂവാനാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ അവൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ പേടിയായിരിക്കും. കാരണം ഇന്നലെ ഉള്ളിക്കാത്ത പ്രാക്ടീസ് ചെയ്ത് പക്ഷെ ഇവിടെ മനുഷ്യരുടെ മാംസം പോലെ തന്നെ സാധനം വെച്ചേക്കും. അതുകൊണ്ട് അവൾ പേടിച്ചിരിക്കുമ്പം ഇവളുടെ ഫ്രണ്ട് ഇരിക്കുന്ന പെങ്കൊച്ചും ഇതേപോലെ സർജറിയൊക്കെ പേടിച്ചിട്ട് ഒരു പെങ്കൊച്ച് ഈ ഇടയ്ക്കായിട്ട് ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോയെന്ന് പറയും. അതോടെ ലൂവാനാണ് ഷോക്കായിട്ട് എന്തോ ഇത്രയും ദിവസം പഠിച്ചിട്ടും അവള് ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോയോ, അപ്പൊ പഠിച്ചതൊക്കെ വേസ്റ്റ് ആയി പോത്തില്ല എന്നിന് ലൂവാനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവരെല്ലാരും കൂടെ എന്തോ ചെയ്യാനാ, നമുക്ക് ആ പഠിത്തം വന്നില്ലെങ്കിൽ മാറിയല്ലേ പറ്റത്തുള്ളൂ, പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ എന്നിന് അവരും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുമ്പം ടീച്ചർ അവിടേക്ക് വന്ന് ഇവരെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ ഇവിടെ ലൂവാനും ധൈര്യത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പം അടുത്തിരിക്കുന്ന പയ്യനും ഇവള് പിടിച്ചേക്കും തെറ്റാന്ന് പറയും. അങ്ങനെ അതോടെ അവള് മൊത്തം ടെൻഷനായിട്ട് ഇവിടെ വിറച്ചോണ്ടിരിക്കുമ്പം ഇവളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരിയും ഇവളെ കൊണ്ട് പറ്റുമെന്നറിഞ്ഞ് ഇവൾ ഇന്നലെ ചെയ്ത പോലെ ഇതിനകത്ത് ചെയ്തു നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ലൂവാൻ എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും ഇവൾക്കാണ് പേടി മാറത്തില്ല. അങ്ങനെ അതുകൊണ്ട് അവസാനം അവളുടെ കൂട്ടുകാരിയുടെ തന്നെ കൊടുത്തിട്ട് ഇവളോട് വിഷമിച്ചിരിക്കും. ഇതേ സമയം അവൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി റെന്നാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇന്നലത്തെ ഐഡിയ വർക്കൗട്ട് ആകത്തുണ്ട് ഇന്ന് മാത്തമാറ്റീഷ്യനെ പോലെ ഹാർട്ട് ഷേപ്പിൽ ഫോമുലയെ കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുക. അപ്പോഴാണ് അവിടേക്ക് അവള് വരുന്നിട്ട് ഇവൻ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇവൾ എന്തോ വിഷയം എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അപ്പോഴാണ് അവനും ഇവന് ഹാർട്ട് ഷേപ്പ് അവളുടെ കാണിച്ചിട്ട് ഒരു കാര്യം പറയണമെന്ന് പറയുമ്പം അവളാണ് ആ തലതിരിച്ച് വെച്ച് കാണുന്നുണ്ട് ഇവൻ പുറം വശം കാണിക്കാൻ വേണ്ടിയാണോ ഇവിടെ വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനെ നോക്കിയിട്ട് നീ തെറ്റിരിച്ച്, ഞാൻ ആ സ്പോട്ട് കാണിക്കാനല്ല വിചാരിച്ച, നിനക്കിത് മനസ്സിലായില്ലേ എന്നിന് അവന് വീണ്ടും തലതിരിച്ച് വെച്ച് ഇവൾക്ക് കാണിച്ചു കൊടുക്കുമ്പം അവളാണ് ഇതൊന്നും നോക്കാൻ സമയമില്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോകും. അതോടെ അവന് ചമ്മി പോയിട്ട് ലൂവാൻ ആദ്യമായിട്ട് ഒരു ഹാർട്ട് കണ്ടിട്ട് നിനക്ക് വേറെതായിട്ട് തോന്നിയ എന്നിന് അവന്റെ രണ്ടാമത്തെ പ്ലാന് ഫ്ലോപ്പ് ആകും. അപ്പോഴാണ് സീനിയറാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനെ ലാബിലേക്ക് വിളിക്കും. അങ്ങനെ അതുകൊണ്ട് റെൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ സീനിയറിന്റെ ഫ്ലവേഴ്സിന് പകരം മലക്കറി ആയിരിക്കും ഉള്ളത്. അപ്പോഴാണ് ഇത് കണ്ട് റെന്നാണ് ഈ മലക്കറി കാണിക്കാനാണോ നീ എന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്ന് റെൻ ചോദിക്കുമ്പോഴാണ് അവനും യെസ്, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ ഒന്നും കൂടെ പ്രപ്പോസ് ചെയ്യാൻ പോവാ, കാരണം ഞാൻ അന്ന് പറഞ്ഞ കവിത കേട്ട് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത് സിമ്പിൾ ആയി പോയെന്ന് വിചാരിച്ച, അതുകൊണ്ട് എന്റെ ഇരിക്കുന്ന 2 വെജിറ്റബിൾസ് ഏത് കൊടുത്താലാ ആ നന്നായിട്ട് തോന്നുന്നത് എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് റെന്നും എങ്കിൽ പിന്നെ നീ ക്യാരറ്റ് കൊടുത്തേക്ക്, അതാകുമ്പോ നല്ല കളറൊക്കെയാ അവൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവും എന്നിനെ റെൻ പറയുമ്പോൾ സീനിയറും അതും നല്ലതാ എന്നിനെ സീനിയർ അത് ഓക്കെ പറയുമ്പം റെന്നാണ് ഷോക്കായിട്ട് ഇവൻ എന്തിനാ ഇവന് പറഞ്ഞ ആ മെത്തേഡൊന്നും യൂസ് ചെയ്യാത്തും ചെയ്യും. അപ്പോഴാണ് അവനും എടാ ഞാൻ എക്സാമ്പിൾ എന്നേ ഉള്ളു എന്നും പറഞ്ഞ അത് വെച്ച് നീ പ്രപ്പോസ് ചെയ്താ ഇവിടെ ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല എന്നിന് ഇവൻ പറഞ്ഞു കേട്ട് റെൻ വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവൾ ലൈബ്രറി പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവൻ അവളുടെ ബുക്ക് നോക്കുമ്പോഴാണ് അതിനകത്ത് ഇവള് ഡിപ്പാർട്ട്മെന്റ് മാറാൻ പോകുന്ന ഫോം കാണും. അതുകൊണ്ട് അവനും ഇവളുടെ എന്തിനാ ഈ ഫോം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവള് ചുമ്മാ എടുത്ത് നോയിക്കൊണ്ടിരുന്നാന്ന് അറിയും. അപ്പോഴാണ് അവനും അല്ല നീ ആ ഫോം ഞാൻ ഫില്ല് ചെയ്ത് കണ്ടായിരുന്നു, നിനക്ക് ഡിപ്പാർട്ട്മെന്റ് മാറണോ എന്നിന് റെൻ ചോദിക്കുമ്പോഴാണ് അവളും നിന്നെ പോലെ ബുദ്ധികൾക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല, നിനക്ക് എല്ലാ കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാ ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാറാൻ തീരുമാനിച്ചത് എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും അല്ല നീ വിചാരിക്കുന്നതിൽ എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റത്തില്ല, എനിക്കും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇവളാണ് ചുമ്മാ സമാനപ്പെടുത്താൻ വേണ്ടി പറയാതെ ഇവനെ ചെയ്യാൻ അറിയാത്ത എന്തോ കാര്യം ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളെ പോലെ കിടലായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവളെ പഠിപ്പിച്ചു തരാൻ പറ്റും ചോദിക്കുമ്പോൾ അടുത്ത സെക്കൻഡ് ഇവൾ പറഞ്ഞു കേട്ട് ഇവനാണ് ലാബിൽ വെച്ച് കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ബാക്കി എല്ലാവരും കൂടെ നമ്മൾ റെന്നെന്തോ കാണിക്കുന്നത്, ഇത് പുതിയ വലിയ എക്സ്പെരിമെന്റ് ആണോ, അത് ഇവൻ കേക്ക് വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നിന് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റെന്നും മറ്റേ റോബോട്ട് വാങ്ങിച്ചോണ്ടെന്ന് കുറഞ്ഞ ആൽക്കഹോൾ എവിടാൻ ചോദിക്കും. അപ്പോഴാണ് ഇവന്മാരിൽ ഒരുത്തനും അത് ഫ്രിഡ്ജിൽ നിന്ന് ഇവൻ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ അതിനെ ശതുവശി ഇവന് കേക്ക് ഉണ്ടാക്കി ഇവന്മാരെ ടേസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവന്മാരെല്ലാം പേടിച്ചിട്ട് ഇത് ടേസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതിലൊരുത്തൻ പെട്ടെന്ന് എടുത്ത് കഴിച്ചു നോക്കി ഇത് കിടിലാന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവന്മാരും കൂടെ അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ഉടനെ റെൻ അപ്പം തന്നെ അവൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി അവളുടെ ബേക്കിംഗ് ക്ലബിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ അടച്ചിട്ടേക്കുന്നുണ്ട് ഇവൻ ലൂവാനെ ഫോൺ വിളിച്ച് ഇവളെ ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ പോയി ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ കൂട്ടുകാരൻ കാല് വയ്യാതെ നഴ്സ് ഓഫീസ് ഇരിക്കാന്ന് പറയും. അതുകൊണ്ട് അവളും പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പം ഇവിടെ റെന്നിന്റെ കൂട്ടുകാരനാണ് പേടിച്ചിട്ട് ലൂവാൻ ഇവിടത്തെ നഴ്സിലേയും കുഴപ്പമില്ല, ഞാൻ ആശുപത്രിയിൽ പോയിക്കോളാം, നീനൊന്ന് വിടാവോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എനിക്കിതിനെ കുറിച്ചൊക്കെ അറിയാം, ഞാൻ പഠിച്ചിട്ടുള്ളത്, നിന്റെ കാലിനകത്ത് വീക്കോ ഒന്നില്ല, അപ്പം എന്തുവായിരുന്നു സംഭവം എന്നിന് ഇവൾ ഇവിടുന്ന് കുറെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുമ്പം അവനാണ് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ലുവാൻ എനിക്ക് നിന്നോട് വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് കാലുവിനെ സഹിക്കാൻ വയ്യ, പ്ലീസ് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടാക്കോ എന്നിന് അവന് ചോദിച്ചോണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം ലുവാന്റെ കൂട്ടുകാരാണ് അവിടേക്ക് വന്നിട്ട് ഇവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കും. അപ്പോഴാണ് അവളും ഇവന്റെ കാലിന്
കാലിന് ഫ്രാക്ചർ ആയെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും. അതോടെ ഇവിടെ കൂട്ടുകാരെ സന്തോഷത്തിരിക്കുമ്പം അവള് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയും. അങ്ങനെ അതിന് അവളുടെ കൂടെ അവിടെ നിന്ന് പോകുമ്പം ഇവന് ലൂവാൻ സഹായിക്കുന്നുണ്ട്. ഇവളുടെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം അവിടെ നിന്ന് പോകും. അതിനുശേഷം ലൂവാനാണ് പുറത്തേക്ക് വന്നിട്ട് ഷെടാ ഞാനും അവളും ഒരുമിച്ചാ പഠിച്ച, എന്നിട്ട് ഞാനെല്ലാം മറന്നുപോയി, അവൾക്കെല്ലാം ഓർമ്മയുണ്ട്, ഇനിയിപ്പോ എന്റെ തലയ്ക്കകത്ത് ഫുള്ളും വെള്ളമാണോ എന്നിന് അവളിങ്ങനെ സംസാരിച്ചോണ്ട് വരുമ്പം അതേസമയം റെന്നും എന്റെ ഹാർട്ട് ഷേപ്പിലുള്ള ഫോർമുലയും പോയി, നല്ല ഹൃദയം പോയി, കേക്കും പോയി, ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവളെ പ്രപ്പോസ് ചെയ്യും, ഞാൻ ഉദ്ദേശിച്ച സംഭവം ഒന്നും നടക്കുന്നില്ലല്ലോ എന്നിന് ഇവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പം ഇവിടെ അവളും ഇനിയിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറണം എന്നറിഞ്ഞ് അവൾ കുറെ ആലോചിച്ച് നോക്കും. അങ്ങനെ ഒന്നും ഓക്കെ ആയില്ലെന്ന് അറിഞ്ഞ ഉടനെ എല്ലാത്തിനേക്കാളും ബെറ്റർ ഡോക്ടറാൻ തന്നെ അവൾ തീരുമാനിക്കും. അതിനുശേഷം ഇവിടെ റെന്നും അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കേക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് അവനൊറ്റ കഴിക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോഴാണ് ഇവന്റെ അടുത്തേക്ക് ലൂവാനും വന്നിരുന്ന ഉടനെ ഇവൾ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ ചുമ്മാ കാറ്റ് വാങ്ങിക്കാൻ വന്നേ, നീ നിന്റെ കൂട്ടുകാരെ കാണാൻ പോയില്ലേ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ അവനെ വിളിച്ചായിരുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് അവനെ ആശുപത്രി ചെന്ന് പിക്കപ്പ് ചെയ്യും, നിനക്ക് ഈ കേക്ക് വേണോ, ഇപ്പൊ ഇത് കൊള്ളത്തില്ലെന്ന് തോന്നുന്നത്, കാരണം ഇത് ഫുള്ളും വെള്ളമായി എന്നിന് അവനും പറയുമ്പം അവൾ അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോഴാണ് അവൾ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇതിനെന്തുവാ നല്ല സ്മെല്ലാണല്ലോ, ഇതിനകത്ത് എന്തോ ആഡ് ചെയ്ത് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ എന്തോ ആഡ് ചെയ്ത്, ചെറിയ ആൽക്കഹോൾ ആഡ് ചെയ്ത് അത്രേ ഉള്ളു എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇവിടെ ലാബിലെ ഒരു സീനിയർ ആണ് അവിടെ ടേബിളിൽ ആൽക്കഹോളിന്റെ ബോട്ടിൽ ഇരിക്കുന്നിട്ട് ലാബിൽ വെച്ച് മദ്യം എടുക്കാൻ നിങ്ങൾക്ക് അത്രയ്ക്കും ധൈര്യം എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നതിന് വഴക്കുറയും. അപ്പോഴാണ് അവനും ഞാനാ മദ്യം വാങ്ങിച്ചത്, പക്ഷെ ഞാനത് കുടിച്ചില്ലല്ലോ എന്നിന് ഇവൻ പറയുമ്പോഴാണ് മറ്റേ സീനിയറും പിന്നെങ്ങനെയാണ് ഈ ബോട്ടിൽ കാലിയായ, നിങ്ങൾ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനകത്തിരുന്ന ആ ലിക്വിഡൊക്കെ അവിടെ പോയി എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവന്മാർക്ക് മനസ്സിലാവുന്ന സത്യത്തിൽ കേക്കിന് വേണ്ടി വാങ്ങിച്ച ആൽക്കഹോളിന് പകരം യഥാർത്ഥത്തെ കൂടിയ മദ്യമാണ് അവന്മാരെടുത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ അത് കഴിച്ച ലൂവാൻ മൊത്തത്തിൽ അങ്ങ് ഫിറ്റ് ആകും. അങ്ങനെ അവളും ഇതേപോലെ ഒരു കേക്ക് ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവന് പ്രത്യേകിച്ച് അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല, ഈ കേക്ക് സ്പെഷ്യലായിട്ട് ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് അറിയാം. അപ്പോഴാണ് അവൾ അത് കണ്ടിട്ട് അപ്പോ നിനക്കും തോന്നുന്നുണ്ടോ ഈ കേക്കിനെ പോലെ തന്നെ എന്റെ തലയ്ക്കകത്ത് മൊത്തത്തിൽ വെള്ളമാണെന്ന്, ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുവാടാ എന്നിട്ട് നീ ഇങ്ങനെ പറയുന്ന എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഞാൻ ഉദ്ദേശിച്ച അങ്ങനൊന്നുമല്ല, നിനക്ക് നല്ലോണം പഠിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് നീ ഡിപ്പാർട്ട്മെന്റ് ഒന്നും മാറാൻ നിൽക്കണ്ട എന്നിന് അവൻ പറയുമ്പം ഇവൾ അതൊന്നും കേൾക്കാതെ നിന്നെ പോലെ ബുദ്ധിക്കൊന്നും മനസ്സിലാത്തില്ലടാ, എനിക്കൊക്കെ പഠിച്ച സംഭവം തന്നെ മറന്നു പോവാ, ഇനിയിപ്പോ എന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും എന്നിന് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പം ഇവനാണ് അവളെ സമാനപ്പെടുത്തും. അതിനുശേഷം പെട്ടെന്ന് അവളുടെ മനസ്സറിയിട്ട് എന്തായാലും ഈ കോളേജിലേക്ക് വരാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട എക്സാം പാസ്സായ, എങ്കിൽ പിന്നെ അത് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ സിമ്പിൾ കാര്യം എന്നിന് അവൾ തന്നെ ധൈര്യമായിട്ട് സംസാരിക്കുമ്പം അവനാണെ സന്തോഷത്തി, എങ്കിൽ പിന്നെ ഇവളെ സഹായിക്കാൻ വേണ്ടി അവൻ ഇനി തൊട്ട് ഇവളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറാകാന്ന് പറയും. അതിനുശേഷം അന്ന് രാത്രി അവന്റെ കൂട്ടുകാരനും വിളിച്ചോണ്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് അവന്റെ കൂട്ടുകാരനാണ് അവനെ വിളിക്കാൻ വന്നതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് റെന്നും സോറി അളിയ, നിന്റെ കാല് പോലുള്ള കാരണം ഞാൻ ഇതിനു മുമ്പ് നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നിട്ട് അവനെന്ന് ലൂവാനോട് ഇവ സ്റ്റെപ്പിൽ നിന്ന് വീണെന്നൊക്കെ കള്ളം പറഞ്ഞതിനെ കുറിച്ച് പറയും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരൊന്നും മനസ്സിലാവാതെ എടാ നാറി, നീ ഇതിനുമ്പ് എന്നെ അപ്പൊ ശപിച്ചോടാ, കുഴപ്പമില്ല നീ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയെങ്കിലും വന്നല്ല, പിന്നെ നീ ഇത്ര സമയം ലൂവാനായിട്ട് പഞ്ചാരടിക്കുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നില്ല, ഇപ്പൊ നിന്റെ പ്ലാൻ മാറ്റിയോ, അവള് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്തോണ്ടിരുന്നെ, ഇനിയിപ്പോ എന്തോ പ്ലാൻ നിന്നെ കൂട്ടുകാരൻ ചോദിക്കുമ്പോഴാണ് റെന്നാണ് അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ അതിനുവേണ്ടി ഇന്നൊരു നല്ല ചാൻസ് ഇട്ടായിരുന്നു പറയുമ്പോൾ ഇത് കേട്ട് അവന്റെ കൂട്ടുകാരനും എങ്കിൽ പിന്നെ പ്രപ്പോസ് ചെയ്ത് അവളെ ഗേൾ ഫ്രണ്ട് അയക്കാൻ ചോദിക്കും. പക്ഷെ ഇവിടെ റെന്നാണ് അവളുടെ ട്യൂഷൻ സാറായിട്ട് മാറിയെന്ന് പറയുമ്പം ഇത് കേട്ട് അവന്റെ കൂട്ടുകാരൻ ചമ്മി പോയിട്ട് ട്യൂഷൻ സാറോ, എടാ നാണില്ലാത്തവനെ, പ്രപ്പോസ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടും നീ അവളുടെ സാറായിട്ട് മാറിയോ, നിനക്ക് ഒരാൾ സെറ്റാക്കാൻ പോലും വയ്യാടാ നിന്നെ കൂട്ടുകാരൻ ചോദിക്കുമ്പോഴാണ് റെന്നാണ് എന്തായാലും അവളുടെ പഠിത്തത്തിനെ കുറിച്ചുള്ള വിഷമെല്ലാം കുറഞ്ഞതിന് ശേഷം ഇവ ഇനി പ്രപ്പോസ് ചെയ്യത്തുള്ളൂ എന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ കൂട്ടുകാരനും എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് ചെയ്യാടാ, നീ പഴയ ബെറ്റൊക്കെ മറന്നേക്ക്, നിന്നെക്കാളും മുമ്പേ ഞാൻ ഒരു ലവറിനെ സെറ്റാക്കും എന്താ പറയുന്നത് ഇതിനെ കൂട്ടുകാരൻ ചലഞ്ച് ചെയ്യുമ്പം റെന്നാണ് അപ്പൊ ഈ ആളെയൊക്കെ നോക്കി വെച്ചോൻ ചോദിക്കും, കാരണം കൂട്ടുകാരൻ ഉദ്ദേശിച്ചത് ലൂവാന്റെ ഗേൾ ഫ്രണ്ടിനെയാണ്. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സമയത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.